മുരളി ബാബ് ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെ പ്രയത്നം ചെയ്യൂ, എങ്കിൽ പാവനമായി കൊണ്ടിരിക്കും. ഇപ്പോൾ ബാബ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നീട് കൂടെ കൊണ്ടുപോകും. ചോദ്യം: ഏതൊരു സന്ദേശം നിങ്ങൾ എല്ലാവർക്കും നൽകേണ്ടതുണ്ട്? ഉത്തരം: ഇപ്പോൾ വീട്ടിലേക്ക് പോകണം, അതിനാൽ പാവനമാകൂ. പതിത പാവനനായ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാവനമായി മാറും. ഈ സന്ദേശം എല്ലാവർക്കും നൽകൂ. ബാബ തൻ്റെ പരിചയം കുട്ടികളായ നിങ്ങൾക്ക് നൽകി. ഇപ്പോൾ നിങ്ങളുടെ കർത്തവ്യമാണ് ബാബയുടെ ഷോ ചെയ്യുക. സൺ ഷോസ് ഫാദർ എന്ന് പറയുന്നുമുണ്ട്. ഗീതം: മരിക്കേണ്ടത് നിന്റെ വീഥിയിൽ. ഓം ശാന്തി. കുട്ടികൾ ഗീതത്തിൻ്റെ അർത്ഥം കേട്ടു. ബാബ, നമ്മൾ അങ്ങയുടെ രുദ്രമാലയിൽ കോർക്കപ്പെടും. ഈ ഗീതം ഭക്തിമാർഗത്തിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ലോകത്തിൽ എന്തെല്ലാം സാമഗ്രികളുണ്ടോ, ജപം, തപം, പൂജ, പാഠം, ഇതെല്ലാം ഭക്തിമാർഗമാണ്. ഭക്തി രാവണരാജ്യവും ജ്ഞാനം രാമരാജ്യവുമാണ്. ജ്ഞാനത്തെ നോളജ് എന്നും പഠനമെന്നും പറയുന്നു. ഭക്തിയെ പഠനം എന്ന് പറയില്ല. അതിൽ നമ്മൾ എന്തായി മാറും എന്ന് ഏതെങ്കിലും ഉദ്ദേശമില്ല. ഭക്തി പഠനമല്ല. രാജയോഗം പഠിക്കുന്നത് പഠനമാണ്. പഠനം ഒരു സ്ഥാനത്ത് സ്കൂളിലാണ് പഠിക്കാറുള്ളത്. ഭക്തിയിലാണെങ്കിൽ വാതിൽക്കൽ തോറും തിക്കും തിരക്കും കൊള്ളുന്നു. പഠനം എന്നാൽ പഠനമാണ്. പഠനം പൂർണ്ണ രീതിയിൽ പഠിക്കണം. കുട്ടികൾക്കറിയാം, നമ്മൾ സ്റ്റുഡൻസ് ആണ്. സ്വയം സ്റ്റുഡൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാത്ത വളരെ പേരുണ്ട്. കാരണം പഠിക്കുന്നതേയില്ല. ബാബയെ പിതാവായും മനസ്സിലാക്കുന്നില്ല. ശിവ് ബാബയെ സദ്ഗതി ദാതാവായും മനസ്സിലാക്കുന്നില്ല. ബുദ്ധിയിൽ യാതൊന്നും ഇരിക്കാത്തവരുമുണ്ട്. രാജധാനി സ്ഥാപിതമാവുകയാണല്ലോ, അതിൽ എല്ലാ പ്രകാരത്തിലുള്ളവരും ഉണ്ടായിരിക്കുന്നു. ബാബ വരുന്നത് തന്നെ പതീതരെ പാവനമാക്കുവാനാണ്. ബാബയെ വിളിക്കുന്നുണ്ട്, ഹേ പതീത പാവന വരൂ. ഇപ്പോൾ ബാബ പറയുന്നു, പാവനമാകൂ, ബാബയെ ഓർമ്മിക്കൂ. ഓരോരുത്തർക്കും ബാബയുടെ സന്ദേശം നൽകണം. ഈ സമയത്ത് ഭാരതം തന്നെയാണ് വേശ്യാലയം. ആദ്യം ഭാരതം തന്നെയാണ് ശിവാലയം ആയിരുന്നത്. ഇപ്പോൾ 2 കിരീടങ്ങളും ഇല്ല. ഇതും കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. ഇപ്പോൾ പതീത പാവനായ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പതീതത്തിൽ നിന്നും പാവനമായി മാറും. ഓർമ്മയിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. ഓർമ്മയിൽ ഇരിക്കുന്ന വളരെ കുറച്ചു പേരേ ഉള്ളൂ. ഭക്തമാലയും കുറച്ചു പേരുടേതാണല്ലോ. ഭക്തധന്ന, നാരദൻ, മീര തുടങ്ങിയവരുടെ പേരുണ്ട്. ഇതിലും എല്ലാവരും വന്ന് പഠിക്കുകയില്ല. കഴിഞ്ഞ കൽപ്പം ആരാണോ പഠിച്ചിട്ടുള്ളത് അവർ തന്നെയാണ് വരുന്നത്. പറയുന്നുമുണ്ട്, ബാബ, നമ്മൾ അങ്ങിൽ നിന്നും കഴിഞ്ഞ കൽപ്പത്തിലും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പഠിക്കുവാൻ അഥവാ ഓർമ്മയുടെ യാത്ര പഠിക്കുവാൻ. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നത് തന്നെ കുട്ടികളായ നിങ്ങളെ കൊണ്ടുപോകാനാണ്. ഇത് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങളുടെ ആത്മാവ് പതീതമാണ്. അതിനാലാണ് വന്ന് പാവനമാക്കൂ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, പവിത്രമാകൂ. ബാബ പഠിപ്പിക്കുന്നു, പിന്നെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. കുട്ടികൾക്ക് ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണനെ അച്ഛൻ എന്ന് പറയില്ല. കൃഷ്ണനെ പതീത പാവനൻ എന്നും പറയില്ല. പിതാവ് എന്ന് ആരെയാണ് പറയുന്നതെന്നും
പിന്നീട് ആ ഒന്ന് ജ്ഞാനം എങ്ങനെ നൽകുന്നുവെന്നും ആർക്കും അറിയില്ല. ഇത് നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ബാബ തൻ്റെ പരിചയം കുട്ടികൾക്കാണ് നൽകുന്നത്. പുതിയ ആരുമായും ബാബയ്ക്ക് കൂടിക്കാഴ്ച നടത്തുക സാധ്യമല്ല. ബാബ പറയും, സൺ ഷോസ് ഫാദർ. കുട്ടികൾ തന്നെ ബാബയുടെ ഷോ ചെയ്യും. ബാബയ്ക്ക് ആരുമായും കൂടിക്കാഴ്ച നടത്തുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ടതില്ല. ഇത്രയും സമയമായി ബാബ പുതിയവരുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡ്രാമയിലുണ്ടായിരുന്നു. അനേകം പേർ വന്നിരുന്നു. മിലിറ്ററിക്കാരെക്കുറിച്ചും ബാബ മനസ്സിലാക്കിച്ചിട്ടുണ്ട്. അവരെയും ഉദ്ധരിക്കേണ്ടതുണ്ട്. അവർക്കും തൊഴിൽ ചെയ്യുക തന്നെ വേണം. ഇല്ലെങ്കിൽ ശത്രു യുദ്ധം ചെയ്യും. ബാബയെ ഓർമ്മിക്കുക മാത്രം ചെയ്യണം. ആര് യുദ്ധമൈതാനത്തിൽ ശരീരം ഉപേക്ഷിക്കുമോ അവർ സ്വർഗത്തിലേക്ക് പോകും എന്ന് ഗീതയിലുണ്ട്. എന്നാൽ അങ്ങനെ പോകുവാൻ സാധിക്കില്ല. സ്വർഗം സ്ഥാപിക്കുന്നവനും എപ്പോൾ വരുന്നുവോ അപ്പോഴാണ് പോകുന്നത്. സ്വർഗം എന്ത് വസ്തുവാണ്? ഇതും ആർക്കും അറിയില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ 5 വികാരങ്ങളാകുന്ന രാവണനോട് യുദ്ധം ചെയ്യുന്നു. ബാബ പറയുന്നു, അശരീരി ഭവ, സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിച്ച് എന്നെ ഓർമ്മിക്കൂ. മറ്റാർക്കും ഇങ്ങനെ പറയുവാൻ സാധിക്കില്ല. സർവശക്തിവാൻ എന്ന് ഒരു ബാബയെ അല്ലാതെ മറ്റാരെയും പറയുവാൻ സാധിക്കില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെയും പറയുവാൻ സാധിക്കില്ല. ഓൾമൈറ്റി ഒരേ ഒരു ബാബയാണ്. വേൾഡ് ഓൾമൈറ്റി അതോറിറ്റി എന്നും ജ്ഞാനത്തിൻ്റെ സാഗരം എന്നും ഒരു ബാബയെ തന്നെയാണ് പറയുന്നത്. ഈ സാധു സന്യാസിമാർ തുടങ്ങി ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ശാസ്ത്രങ്ങളുടെ അതോറിറ്റിയാണ്. ഭക്തിയുടെയും അതോറിറ്റി എന്ന് പറയില്ല, ശാസ്ത്രങ്ങളുടെ അതോറിറ്റിയാണ്. അവരുടെ മുഴുവൻ ആധാരവും ശാസ്ത്രങ്ങളുടെ മേലാണ്. ഭക്തിയുടെ ഫലം ഭഗവാന് നൽകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഭക്തി എപ്പോൾ ആരംഭിച്ചു, എപ്പോൾ പൂർത്തിയാകണം ഇതറിയില്ല. ഭക്തിയിലൂടെ ഭഗവാൻ സംതൃപ്തനാകും എന്ന് ഭക്തർ മനസ്സിലാക്കുന്നു. ഭഗവാനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ ഇച്ഛ ഉണ്ടായിരിക്കുന്നു. എന്നാൽ ഭഗവാൻ ആരുടെ ഭക്തിയിലൂടെയായിരിക്കും സംതൃപ്തമാവുക? തീർച്ചയായും ആ ഒന്നിൻ്റെ തന്നെ ഭക്തി ചെയ്യുമ്പോഴായിരിക്കുമല്ലോ സംതൃപ്തമാവുക. നിങ്ങൾ ശങ്കരൻ്റെ ഭക്തി ചെയ്യുകയാണെങ്കിൽ ബാബ എങ്ങനെ സംതൃപ്തമാകും? ഹനുമാന്റെ ഭക്തി ചെയ്യുന്നുവെങ്കിൽ ബാബ സംതൃപ്തമാകുമോ? സാക്ഷാത്കാരം ഉണ്ടാകുന്നു, ബാക്കി യാതൊന്നും ലഭിക്കുന്നില്ല. ബാബ പറയുന്നു, ഞാൻ സാക്ഷാത്കാരം ചെയ്യിക്കുന്നു, എന്നാൽ വന്ന് ഞാനുമായി കൂടിക്കാഴ്ച നടത്തും എന്നല്ല. അങ്ങനെയല്ല, നിങ്ങളാണ് ഞാനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഭക്തർ ഭക്തി ചെയ്യുന്നു ഭഗവാനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി. ഭഗവാൻ ഏത് രൂപത്തിലാണ് വന്ന് കണ്ടുമുട്ടുന്നത് എന്ന് അറിയില്ല എന്ന് പറയുന്നു. അതിനാൽ അതിനെ ബ്ലൈൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ബാബയുമായി കണ്ടുമുട്ടിയിരിക്കുന്നു. ഇത് അറിയുന്നു. ആ നിരാകാരനായ ബാബ ശരീരം ധാരണ ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എന്ന് തൻ്റെ പരിചയം നൽകുന്നത്. 5000 വർഷങ്ങൾക്ക് മുമ്പും നിങ്ങൾക്ക് രാജ്യഭാഗ്യം നൽകിയിരുന്നു. പിന്നീട് നിങ്ങൾക്ക് 84 ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു. ഈ സൃഷ്ടി ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദ്വാപരയ്ക്ക് ശേഷം തന്നെയാണ് മറ്റ് ധർമ്മങ്ങൾ വരുന്നത്. അവരവരുടെ ധർമ്മം വന്ന് സ്ഥാപന ചെയ്യുന്നു. ഇതിൽ പ്രശംസയുടെ കാര്യമൊന്നുമില്ല, മഹിമ ആർക്കുമില്ല. ബ്രഹ്മാവിനും മഹിമയുള്ളത് ബാബ വന്ന് പ്രവേശിക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ ഇദ്ദേഹം തൊഴിൽ ചെയ്യുകയായിരുന്നു. എന്നിൽ ഭഗവാൻ വരും എന്ന് ഇദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല. ബാബ പ്രവേശിച്ച് മനസ്സിലാക്കിച്ചു എങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചത് എന്നത്. ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് എൻ്റേത് തന്നെ നിൻ്റേതും നിൻ്റേത് തന്നെ എൻ്റേതും
ആകുന്നത് എന്ന് കണ്ടുകൊള്ളൂ. നിങ്ങൾ തൻ്റെ ശരീരവും മനസ്സും ധനവും കൊണ്ട് എൻ്റെ സഹായികളാകുന്നു. അതിനുള്ള പ്രതിഫലമായി നിങ്ങൾക്ക് ഇത് ലഭിക്കും. ബാബ പറയുന്നു, ഞാൻ സാധാരണ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അദ്ദേഹം തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. എന്നാൽ ഞാൻ എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു, ഇത് ആർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, സാധാരണ ശരീരത്തിൽ ബാബ വന്നിരിക്കുന്നു. ഇദ്ദേഹത്തിലൂടെ നമ്മെ ജ്ഞാനവും യോഗവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനമാകട്ടെ വളരെ സഹജമാണ്. നരകത്തിൻ്റെ കവാടം അടഞ്ഞ് സ്വർഗത്തിൻ്റെ കവാടം എങ്ങനെ തുറക്കുന്നു, ഇതും നിങ്ങൾ അറിയുന്നു. ദ്വാപരത്തിൽ രാവണ രാജ്യം ആരംഭിക്കുന്നു, അതായത് നരകത്തിൻ്റെ കവാടം തുറക്കുന്നു. പുതിയ ലോകത്തെയും പഴയ ലോകത്തെയും പകുതി പകുതിയായി വയ്ക്കുന്നു. അതിനാൽ ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ കുട്ടികളായ നിങ്ങൾക്ക് പതീതത്തിൽ നിന്നും പാവനമാകുന്നതിൻ്റെ യുക്തി പറഞ്ഞു തരുന്നു. ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ ജന്മാന്തരങ്ങളിലെ പാപം നശിക്കട്ടെ. ഈ ജന്മത്തെ പാപവും പറയണം. എന്ത് പാപം ചെയ്തു, എന്തെല്ലാം ദാനപുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നത് ഓർമ്മയുണ്ടായിരിക്കുന്നുവല്ലോ. ഇദ്ദേഹത്തിന് തൻ്റെ ബാല്യത്തെക്കുറിച്ച് അറിയാമല്ലോ. കൃഷ്ണൻ്റെ പേര് തന്നെ കറുപ്പും വെളുപ്പും ശ്യാമസുന്ദരൻ എന്നാണ്. അതിൻ്റെ അർത്ഥം ഒരിക്കലും ആരുടെയും ബുദ്ധിയിൽ വരില്ല. പേര് ശ്യാമസുന്ദരം എന്നാണ്. അപ്പോൾ ചിത്രത്തിൽ കറുപ്പാക്കി കളഞ്ഞു. രഘുനാഥൻ്റെ ക്ഷേത്രത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെയും കറുപ്പാണ്. ഹനുമാന്റെ ക്ഷേത്രത്തിൽ നോക്കൂ, അപ്പോൾ എല്ലാവരെയും കറുപ്പാക്കുന്നു. ഇത് പതീത ലോകം തന്നെയാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് നമ്മൾ കറുപ്പിൽ നിന്നും സുന്ദരമാകട്ടെ എന്ന ചിന്തയുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. ബാബ പറയുന്നു, ഇത് അന്തിമ ജന്മമാണ്. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാപം ഭസ്മമാകും. ബാബ കൊണ്ടുപോകുവാനായി വന്നിരിക്കുകയാണ് എന്ന് അറിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ശരീരം ഇവിടെ ഉപേക്ഷിക്കും. ശരീരസഹിതം കൊണ്ടുപോവുകയില്ല. പതീതമായ ആത്മാക്കൾക്കും പോകുവാൻ സാധിക്കില്ല. തീർച്ചയായും ബാബ പാവനമാകുന്നതിനുള്ള യുക്തി പറഞ്ഞു തരും. അതിനാൽ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ഭക്തിമാർഗത്തിലുള്ളത് അന്ധവിശ്വാസമാണ്. ശിവകാശി എന്ന് പറയുന്നു. പിന്നെ പറയുന്നു, ശിവൻ ഗംഗയെ കൊണ്ടുവന്നു, ഭാഗീരഥനിലൂടെ ഗംഗ വന്നു എന്ന്. ജലം ശിരസിൽ നിന്നും എങ്ങനെ വരുവാനാണ്? അദ്ദേഹത്തിൻ്റെ ജടയിൽ നിന്നും ഗംഗ വരുവാൻ തക്കവണ്ണം ഭാഗീരഥൻ ഏതെങ്കിലും പർവ്വത മുകളിൽ ഇരിക്കുകയാണോ? മഴ പെയ്യുന്ന ജലം സാഗരത്തിൽ നിന്നും വലിച്ചെടുക്കുന്നതാണ്. അതാണ് മുഴുവൻ ലോകത്തിലേക്കും ജലമായി പോകുന്നത്. നദികളാകട്ടെ എല്ലാ ഭാഗത്തുമുണ്ട്. പർവ്വതങ്ങളിൽ മഞ്ഞുറയുന്നു. ആ ജലവും വന്നുകൊണ്ടിരിക്കുന്നു. പർവ്വതങ്ങൾക്കുള്ളിലെ ഗുഹകളിൽ ഉണ്ടായിരിക്കുന്ന ജലം പിന്നീട് കിണറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതും മഴയെ ആശ്രയിച്ചിരിക്കും. മഴ പെയ്യുന്നില്ലെങ്കിൽ കിണറും വറ്റിപ്പോകുന്നു. ബാബ നമ്മളെ പാവനമാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുന്നുമുണ്ട്. ആശ തന്നെ സ്വർഗത്തിൻ്റെയും കൃഷ്ണപുരിയുടേതുമാണ്. വിഷ്ണുപുരിയെക്കുറിച്ച് ആർക്കും അറിയില്ല. കൃഷ്ണൻ്റെ അനുഗാമികൾ പറയും, എവിടെ നോക്കിയാലും കൃഷ്ണൻ തന്നെ കൃഷ്ണനാണ്. പരമാത്മാവ് സർവവ്യാപിയാണെങ്കിൽ എവിടെ നോക്കിയാലും പരമാത്മാവ് തന്നെ പരമാത്മാവാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? പരമാത്മാവിൻ്റെ അനുഗാമികൾ പറയുന്നു, ഇതെല്ലാം ആ ഒന്നിൻ്റെ തന്നെ രൂപങ്ങളാണ്. ആ ഒന്നാണ് ഈ മുഴുവൻ ലീലയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാൻ
രൂപം ധരിച്ചത് ലീല നടത്തുവാൻ വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായും ഇപ്പോൾ ലീല നടത്തുമല്ലോ. പരമാത്മാവിൻ്റെ ലോകമായ സ്വർഗത്തിൽ നോക്കൂ. അവിടെ മാലിന്യത്തിൻ്റെ യാതൊരു കാര്യവും ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ മാലിന്യം തന്നെ മാലിന്യമാണ്. പിന്നെ ഇവിടെ പറയുന്നു പരമാത്മാവ് സർവവ്യാപിയാണ്. പരമാത്മാവ് തന്നെയാണ് സുഖം നൽകുന്നത്. കുട്ടി വന്നുവെങ്കിൽ സുഖമുണ്ടാകുന്നു, മരിച്ചുവെങ്കിൽ ദുഃഖമുണ്ടാകുന്നു. ഭഗവാൻ നിങ്ങൾക്ക് നൽകിയ വസ്തു തിരിച്ചെടുത്തുവെങ്കിൽ ഇതിൽ നിങ്ങൾ കരയേണ്ട എന്താവശ്യം? സത്യയുഗത്തിൽ ഈ കരയുന്നതിൻ്റെയും മറ്റും ദുഃഖം ഉണ്ടായിരിക്കുന്നില്ല. മോഹജിത് രാജാവിൻ്റെ ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. ഇവയെല്ലാം അസത്യമായ ഉദാഹരണങ്ങളാണ്. അവയിൽ യാതൊരു സാരവുമില്ല. സത്യയുഗത്തിൽ ഋഷി മുനിമാർ ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക സാധ്യമല്ല. ഇങ്ങനെ ഏതെങ്കിലും മോഹജിത് രാജാവ് ഉണ്ടാവുക സാധ്യമല്ല. ഭഗവാന് വാച യാദവരും കൗരവരും പാണ്ഡവരും എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ യോഗം ബാബയുമായാണ്. ബാബ പറയുന്നു, ഞാൻ കുട്ടികളായ നിങ്ങളിലൂടെ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നു. ഇപ്പോൾ ആര് പവിത്രമാകുന്നുവോ അവർ പവിത്ര ലോകത്തിൻ്റെ അധികാരിയാകും. ആരെയെങ്കിലും കണ്ടുമുട്ടുന്നുവെങ്കിൽ അവരോട് ഇത് പറയൂ. ഭഗവാൻ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എന്നോട് പ്രീതി വയ്ക്കൂ, മറ്റാരെയും ഓർമ്മിക്കാതിരിക്കൂ. ഇതാണ് അവ്യഭിചാരി ഓർമ്മ. ഇവിടെ ജലമോ മറ്റോ അർപ്പിക്കേണ്ടതില്ല. ഭക്തി മാർഗത്തിൽ ഈ കാര്യവും മറ്റും ചെയ്ത് ഓർമ്മിച്ചിരുന്നുവല്ലോ. ഗുരുക്കന്മാരും പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, തൻ്റെ പതിയെ ഓർമ്മിക്കാതിരിക്കൂ. കുട്ടികളായ നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുന്നു. മുഖ്യമായ കാര്യമാണ് എല്ലാവർക്കും സന്ദേശം നൽകൂ. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബ എന്നാൽ ഭഗവാൻ എന്ന് തന്നെയാണ്. ഭഗവാൻ നിരാകാരനാണ്. കൃഷ്ണനെ എല്ലാവരും ഭഗവാൻ എന്ന് പറയില്ല. കൃഷ്ണനാകട്ടെ കുട്ടിയാണ്. ശിവ് ബാബ ഇദ്ദേഹത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്താകുമായിരുന്നു? ശിവ് ബാബ ഇദ്ദേഹത്തിലൂടെ നിങ്ങളെ അഡോപ്റ്റ് ചെയ്ത് തൻ്റേതാക്കി മാറ്റി. ഇത് മാതാവുമാണ്, പിതാവുമാണ്. മാതാവ് സാകാരത്തിൽ വേണമല്ലോ, ആ ഒന്ന് പിതാവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ധാരണ ചെയ്യൂ. കുട്ടികളായ നിങ്ങൾ ഒരിക്കലും ഏതെങ്കിലും കാര്യത്തിൽ കുഴങ്ങിപ്പോകരുത്. പഠനം ഒരിക്കലും ഉപേക്ഷിക്കരുത്. പല കുട്ടികളും മോശമായ കൂട്ടുകെട്ടിൽ വന്ന് പിണങ്ങി സ്വന്തം പാഠശാല തുറക്കുന്നു. പരസ്പരം അടിയും വഴക്കും കൂടി സ്വന്തം പാഠശാല തുറന്നുവെങ്കിൽ അത് വിഡ്ഢിത്തമാണ്. പിണങ്ങുന്നുവെങ്കിൽ പാഠശാല തുറക്കുന്നതിന് യോഗ്യം പോലുമല്ല. നിങ്ങളുടെ ആ ദേഹാഭിമാനം നടക്കുകയില്ല. കാരണം ബുദ്ധിയിൽ ശത്രുതയുണ്ടെങ്കിൽ അത് ഓർമ്മ വരും. ആരെയും ഒന്നും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കില്ല. ഇങ്ങനെയും ഉണ്ടാകുന്നു. അതായത് ആർക്കാണോ ജ്ഞാനം നൽകുന്നത് അവർ തീവ്രമായി പോകുന്നു, സ്വയം വീണു പോകുന്നു. എൻ്റേതിനേക്കാൾ അവരുടെ അവസ്ഥ നല്ലതാണ് എന്ന് സ്വയവും മനസ്സിലാക്കുന്നു. പഠിക്കുന്നവർ രാജാവാവുകയും പഠിപ്പിക്കുന്നവർ ദാസദാസന്മാരാവുകയും ചെയ്യുന്നു. അങ്ങനെയുമുണ്ട്. പുരുഷാർത്ഥം ചെയ്ത് ബാബയുടെ കഴുത്തിലെ മാലയാകണം. ബാബ ജീവിച്ചിരിക്കെ ഞാൻ അങ്ങയുടേതായിരിക്കുന്നു. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെ തോണി അക്കരെ എത്തണം. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരിക്കലും ഒരു കാര്യത്തിലും കുഴങ്ങിപ്പോകരുത്.
പരസ്പരം പിണങ്ങി പഠനം ഉപേക്ഷിക്കരുത്. ശത്രുത ഉണ്ടാക്കുന്നതും ദേഹാഭിമാനമാണ്. സംഘദോഷത്തിൽ നിന്നും സ്വയം തന്നെ വളരെയധികം സംരക്ഷിക്കണം. പാവനമാകണം. തൻ്റെ പെരുമാറ്റത്തിലൂടെ ബാബയുടെ ഷോ ചെയ്യണം. പ്രീതബുദ്ധിയായി ഒരു ബാബയുടെ അവ്യഭിചാരി ഓർമ്മയിൽ ഇരിക്കണം. ശരീരം, മനസ്സ്, ധനം ഇവ കൊണ്ട് ബാബയുടെ കാര്യത്തിൽ സഹായിയാകണം. വരദാനം: വേറിട്ടവരും പ്രിയപ്പെട്ടവരും ആകുന്നതിൻ്റെ രഹസ്യം അറിഞ്ഞ് തൃപ്തരായിരിക്കുന്ന രഹസ്യയുക്തരായി ഭവിക്കട്ടെ. ഏതു കുട്ടികളാണോ പ്രവൃത്തിയിൽ ഇരിക്കവേ വേറിട്ടവരും പ്രിയപ്പെട്ടവരും ആകുന്നതിൻ്റെ രഹസ്യം അറിയുന്നത്, അവർ സദാ സ്വയം തന്നോട് സംതൃപ്തമായി ഇരിക്കുന്നു. പ്രകൃതിയെയും സംതൃപ്തമാക്കി വയ്ക്കുന്നു. അതിനോടൊപ്പം സത്യമായ ഹൃദയം ഉള്ളത് കാരണം പ്രഭുവും സദാ അവരിൽ തൃപ്തനായിരിക്കുന്നു. ഇങ്ങനെ തൃപ്തരായിരിക്കുന്ന രഹസ്യയുക്തരായ കുട്ടികൾക്ക് തനിക്ക് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ ആരെങ്കിലും ന്യായാധിപൻ ആക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ തൻ്റെ തീരുമാനം സ്വയമേ എടുക്കുന്നു. അതിനാൽ അവർക്ക് ആരെങ്കിലും ന്യായാധിപനോ വക്കീലോ ജഡ്ജിയോ ആക്കേണ്ട ആവശ്യമില്ല. സ്ലോഗൻ: സേവനത്തിലൂടെ ഏതൊരു ആശീർവാദങ്ങൾ ലഭിക്കുന്നുവോ ആ ആശീർവാദങ്ങൾ തന്നെയാണ് ആരോഗ്യത്തിൻ്റെ ആധാരം. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയും പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയും ധാരണ ചെയ്യൂ. ഏതുപോലെ സ്ഥൂല ശരീരത്തിൽ വിശേഷിച്ച് ശ്വാസം നടക്കേണ്ടത് ആവശ്യമാണ്. ശ്വാസമില്ലെങ്കിൽ ജീവിതമില്ല. അതേപോലെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ശ്വാസമാണ് പവിത്രത. 21 ജന്മങ്ങളുടെ പ്രാപ്തിയുടെ ആധാരം പവിത്രതയാണ്. ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും കൂടിക്കാഴ്ചയുടെ ആധാരം പവിത്ര ബുദ്ധിയാണ്. സംഗമയുഗി പ്രാപ്തികളുടെ ആധാരവും ഭാവിയിലെ പൂജ്യ പദവി നേടുന്നതിൻ്റെ ആധാരവും പവിത്രതയാണ്. അതിനാൽ പവിത്രതയുടെ പേഴ്സണാലിറ്റിയെ വരദാനത്തിൻ്റെ രൂപത്തിൽ ധാരണ ചെയ്യൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. അവ്യക്ത ഫരിസ്ത സ്ഥിതിയുടെ അനുഭവം എനിക്ക് നേടണം എന്ന ദൃഢസങ്കല്പത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ മനസ്സും ബുദ്ധിയും ഈ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും വേർപെടുത്തി എൻ്റെ അതിസൂക്ഷ്മ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. ഉത്സാഹത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ചിറകുകൾ കൊണ്ട് ഞാൻ എൻ്റെ സൂക്ഷ്മ സ്വരൂപത്തിലൂടെ അവ്യക്ത ലോകത്തിലേക്ക് സഞ്ചരിക്കുന്നു. ബാപ്ദാദയുമായുള്ള മധുര മിലനത്തിൻ്റെ തീവ്രമായ താൽപര്യത്തിൽ ഒരു സെക്കൻഡിൽ ഞാൻ അവ്യക്തവദനത്തിൽ എത്തിച്ചേരുന്നു. ഞാൻ എന്നെ സ്വയം സൂക്ഷ്മവദനത്തിൽ അനുഭവിക്കുന്നു.
ശീതളമായ വെണ്ണിലാവ് പോലെയുള്ള പ്രകാശം നിറഞ്ഞ ഈ അവ്യക്ത ലോകത്തിൽ അവ്യക്ത ബാപ്ദാദയുടെ മുന്നിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാപ്ദാദയുടെ അസീമമായ സ്നേഹം നിറഞ്ഞ ദൃഷ്ടി എന്നെ തൃപ്ത ആത്മാവാക്കി മാറ്റുന്നു. ഞാൻ ഭാരരഹിത അവസ്ഥ അനുഭവിക്കുന്നു. ഡബിൾ ലൈറ്റ് സ്ഥിതി അനുഭവിക്കുന്നു. എൻ്റെ സമ്പൂർണ്ണ അവ്യക്ത ഫരിഷ്താ സ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാപ്ദാദയുടെ മസ്തകത്തിൽ നിന്നും പ്രവഹിക്കുന്ന സ്നേഹത്തിൻ്റെ തരംഗങ്ങളിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ബാപ്ദാദ തൻ്റെ വരദാനി ഹസ്തങ്ങൾ എൻ്റെ മസ്തകത്തിൽ വച്ച് എനിക്ക് പരമാത്മാ ആശീർവാദങ്ങൾ നൽകുന്നു. പരമാത്മാ വരദാനങ്ങളും ആശീർവാദങ്ങളും പ്രാപ്തമാക്കുന്ന ഞാൻ സ്വയം ഭാഗ്യരത്നമായും ധന്യ ആത്മാവായും അനുഭവിക്കുന്നു. ഈ അവ്യക്ത ഡബിൾ ലൈറ്റ് ഫരിഷ്താ സ്ഥിതിയിലിരുന്നു കൊണ്ട് പരമാത്മാ പാലനയുടെ ശ്രേഷ്ഠ സുഖം ഞാൻ അനുഭവിക്കുന്നു. ഈ സർവശ്രേഷ്ഠ സ്വരൂപത്തിൽ ഞാൻ സാകാരത്തിലേക്ക് അവതരിക്കുന്നു. ഓം ശാന്തി.